എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്കിങ്ങനെ നല്ല തുടങ്ങുന്നത് പക്ഷേ whatever. ഹായ്, ഇതായിരുന്നു എൻ്റെ 2025 വിഷൻ ബോർഡ്. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വിഷൻ ബോർഡാണ്. എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യുന്ന ഒരാളത്തല്ല. ബട്ട് ഐ വാസ് ലൈക്ക് യു നോ വാട്ട്, ഓ തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പെരും തണുപ്പ് അവിടെ. ഓക്കെ, ഇത് വെച്ച സമയത്ത് ഞാൻ എൻ്റെ വിസക്ക് വെച്ച സമയമായിരുന്നു. അപ്പോൾ ബൈ January 13th visa was successful, so accepted and approved. I got my 4-year visa. ഇവിടെ നിൽക്കാനുള്ള, so I'm so grateful for it. രണ്ടാമത്തെ കാര്യം, എന്താ ശരിയുള്ള നോക്കാം. ഇതിൽ കുറേ ട്രാവലിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ജർമ്മനിയിലൊരു, സത്യം പറയാം എനിക്കറിയില്ല കേട്ടോ ഞാൻ എങ്ങനെ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോയെന്നറിയാം. അപ്പോൾ വെറുതെ ഞാൻ നിൽക്കാം. അപ്പം വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ ആക്ച്വലി ഒരു കഫേയിലൊക്കെ അല്ല ഒരു പ്രിൻറ്റിങ് ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ പ്രിൻ്റൊക്കെ എടുത്ത് ചെയ്യണമല്ലോ. അന്നാണ് ഞാൻ പിൻട്രസ്റ്റിൽ കാര്യമായിട്ട് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചത്. ലൈക്ക് അത്രയും ഞാൻ എവിടെയും പോകാത്തൊരു വർഷമായിരുന്നു. ഞാൻ ആപ്പാടെ പോയിട്ടുള്ളത് ലണ്ടനിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ചെയ്തിട്ട് ഒരു ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ബർത്ത്ഡേക്ക് പോയി. ആദ്യപ്രാവശ്യമല്ലേ പോയത്, ഓക്സ്ഫോർഡ് പോയി. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇറ്റ് വാസ് അടിപൊളി സ്ഥലമായിരുന്നു. എവിടെയായിരുന്നത്? I'll show some pictures. ഇതൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് എനിക്കറിയാം, ബട്ട് we gotta do what we gotta do. So ഇനി അടുത്തത്, ഇതൊരു വീടിൻ്റെ ഒരു ഫോട്ടോ ആണ്. ഇത് ഞാൻ എൻ്റെ പേരൻസിനൊക്കെ അവരെ വേറെ നല്ലൊരു സ്പേസിലേക്ക് അവരെ മാറ്റണമെന്നുണ്ടായിരുന്നു. ഞാനല്ല പറ്റിയത്, അവർ മാറി. സോ താങ്ക് യു. ഡ്രൈവിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രൈവിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാൻ പേടിയാണ്, എനിക്ക് ആങ്സൈറ്റി ആണ്. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ. ഡ്രൈവ്, പിന്നെ കുറേ ഫ്രൂട്ട്സിനൊക്കെ ഫോട്ടോ ഉണ്ട്. ഇതൊക്കെ കുറേയൊക്കെ. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഞാൻ ആക്ച്വലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലും അടിപൊളി ട്രിപ്പൊക്കെ പോകണം എന്നൊക്കെ ഉള്ളൊരു ഇതായിട്ടാണെന്ന് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തിനാ അതൊക്കെ ചെയ്തത്. ബട്ട് സ്റ്റിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ അത്, പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം കാറ് തന്നെയായിരുന്നു. ബിക്കോസ് മൈ ജോബ് ഇസ് ബേസ്ഡ് ഓൺ എ റിമോട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സ്റ്റാഫാണ് ഞാൻ. സോ വി ഹാവ് ടു ട്രാവൽ എപ്പോഴും. സോ ഐ വാസ് ഇൻ ദ കാർ ഓൾ ദ ടൈം. സോ ദാറ്റ് ഡിഡ് വർക്ക്. പിന്നെ ഇതൊക്കെ കുറേ സ്കിൻ കെയർ എസെൻഷ്യൽസ്. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, മൈ ഫേസ് ഇസ് നോട്ട് ദാറ്റ് ക്ലിയർ. പക്ഷേ ഇറ്റ്സ് എ ലോട്ട് ബെറ്റർ. എൻ്റെ നെയിൽസ് നോക്കണ്ട, ഇറ്റ്സ് എ ലോട്ട് ബെറ്റർ. ഇത് നോക്കണ്ട, ഞാനിത് 2 pound വാങ്ങിച്ചൊരു നെയിൽ എക്സ്റ്റൻഷൻ സാധനമാണ്. ഇത് പോകുന്നില്ല, ഇത് ലിറ്ററലി പോകുന്നില്ല. ഇത് ഞാൻ എങ്ങനെ പറിക്കാൻ നോക്കിയിട്ട് ഇതാണെങ്കിൽ മഞ്ഞ കളറായി പോയി. ദിസ് ഇസ് ലൈക്ക് ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ലൈക്ക് യെല്ലോ നൗ. സോ we got some situation in here. At the most important part, I choose myself. Did I? I think so, I did. പിന്നെ പാരീസിൻ്റെ ഒക്കെ ഫോട്ടോ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പാരീസിൻ്റെ ഫോട്ടോ ഒക്കെ എന്തിനാണ് എഴുതി ഒട്ടിച്ചത് എനിക്കറിയില്ല. I couldn't go, but hopefully this year I will go probably. പിന്നെ കുറേ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഇയർ ആയിരുന്നു, ലാസ്റ്റ് ഇയർ ആയിരുന്നു എൻ്റെ ഒരു, ഞാൻ വിചാരിക്കാത്ത രീതിയിലൊരു നല്ലൊരു കമ്മ്യൂണിറ്റി എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി ഇൻസ്റ്റഗ്രാമിൽ. സോ ഐ എം ഹാപ്പി ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് ഇറ്റ് റിയലി ഡിഡ് ഹാപ്പൻ. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ട് ഒരുപാട് ആൾക്കാരൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് സോ മെനി. സോ താങ്ക് യു ഷൗട്ട് ഔട്ട് ടു മൈ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റി ഔട്ട് ഹിയർ. അടുത്തത് കോമഡിയാണ്. ഒരു ലോഡ് ബുക്സിൻ്റെ ഒക്കെ ഫോട്ടോ ഞാൻ ഇവിടെ ഐ ഡു ഹാവ് സം ബുക്സ്. ഞാൻ എന്നിട്ട് ചാരിറ്റി ഷോപ്പിൽ നിന്ന് ഐ ഗോട്ട് ദിസ് ബുക്ക്, അഗത ക്രിസ്റ്റിയുടെ ഡെത്ത് ഓൺ ദ നൈൽ എന്ന് പറഞ്ഞിട്ട് ബുക്കൊക്കെ ഞാൻ വാങ്ങിച്ചു. ബട്ട് ഐ ഡിഡ്ന്റ് റീഡ് ഇറ്റ് അറ്റ് ഓൾ. ഇതിൻ്റെ ഇപ്പുറത്തുള്ള കുഞ്ഞി ബക്കറ്റിൽ കിടക്കാൻ നല്ലത്, ബാസ്ക്കറ്റിൽ കിടക്കാൻ നല്ലത്. ഞാൻ വായിച്ചിട്ടേ ഇല്ല. ഐ ആം സോറി അഗത ക്രിസ്റ്റി. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കുറച്ച് പപ്പ യൂസ് ടു റീഡ് എ ലോട്ട്. അപ്പോൾ ഞാൻ പപ്പേൻ്റെ കുറച്ച് മലയാളം ബുക്സൊക്കെ കൊണ്ടുവന്നു. ബട്ട് താങ്ക് യു, ഐ ഡിഡ്ന്റ്. പിന്നെ ഞാൻ ചെറുതിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു കുട്ടീനെ പോലെ ഞാൻ ഇവിടെ, ഇത് ഞാനാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു വിഷ്വലുണ്ട്. പക്ഷെ ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. പക്ഷെ ഞാൻ ആക്ച്വലി ഇടുക്കിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നു ഒരു ബാൽക്കണിയിൽ. സോ apparently it did. It's not about the location, right? So anyways, നടന്നു. വിചാരിക്കാത്തൊരു ട്രിപ്പായിരുന്നു നാട്ടിലേക്ക് ഇപ്രാവശ്യത്തെ. അതെന്തായാലും നടന്നു, അങ്ങോട്ട് സന്തോഷമായി. അതെൻ്റെ
പ്ലാനിലേ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഒബ്വിയസ്ലി ഇത് പ്ലാൻ അല്ലായിരുന്നു നാട്ടിൽ പോകുന്നുള്ളത്. പക്ഷേ സം സാഹചര്യങ്ങളുടെ നിർബന്ധവശാൽ നമുക്ക് പോകേണ്ടി വന്നു. നമ്മൾ പോയി, സന്തോഷം, അടിച്ചു പൊളിച്ച് വന്നു. അത്രേ ഉള്ളൂ. ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് ഇതിൽ ഇല്ല. സോ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ഇറ്റ് വാസ് ഇത് ഇവളെന്തോ ഓവറാക്കലാണ് അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നൊക്കെ എനിക്കറിയാം. ബട്ട് വാട്ട്, ഓരോരുത്തരെ ഇഷ്ടപ്പെടുന്ന പോലെയാണ് എക്സ്പ്രസ് ചെയ്തത്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ള പോലെ ആയിരിക്കില്ല ഞാനിവിടെ. ഇൻസ്റ്റഗ്രാമിൽ ഐ എം പ്രിറ്റി മച്ച് ആൾക്കാർ വിചാരിക്കും എനിക്ക് 24 വയസ്സിൽ. ഐ എം 24 years. ഞാനിപ്പം ലണ്ടനിൽ വർക്ക് ചെയ്യാണ്. ഇവിടെയാണ് ഇപ്പോൾ 2-2.5 വർഷമായിട്ട്. നോ ജോക്സ് അപ്പാർട്ട്, താങ്ക് യു ഭഗവാനെ, താങ്ക് യു. ഡേ ഇൻ മൈ ലൈഫ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല, ഞാൻ ഒരു ദിവസം ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് ബി ഓൺ ദ ബെഡ് ഓൾ ദ ടൈം. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ വലുതായിട്ട് കാര്യങ്ങൾ കാണിക്കാനില്ല. ഐ ഗോട്ട് മൈ സെൽഫ് പെയിൻറ്റ്, പക്ഷെ ഞാൻ തുറന്നിട്ടില്ല. ഇറ്റ്സ് ബീൻ എ വീക്ക്. പക്ഷേ എഫേർട്ടിലാണ് കാര്യം. ഞാനത് വാങ്ങിച്ചു, വലിയ കാര്യം. ഇനി ഞാനത് എപ്പോഴെങ്കിലും ചെയ്യും, സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് മൈ വിഷൻ ബോർഡ്. ഇനി നമുക്ക് ഹോപ്പ്ഫുള്ളി അടുത്ത വീഡിയോ ഞാൻ എന്താണെന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. സോ ഐ സീ യു സൂൺ ഹോപ്പ്ഫുള്ളി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.